കള്ള് കുടിക്കുന്നവൻ എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം എല്ലാ ദിവസവും കള്ള് കുടിക്കുക എന്നല്ല. കള്ള് സ്ഥിരമാക്കുക എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ കുടിക്കുന്നവൻ, വർഷത്തിലൊരിക്കൽ കുടിക്കുന്നവൻ, അത് സ്ഥിരമാണ്. എല്ലാ വർഷവും നടന്നു വരുന്ന അതിന് സ്ഥിരം എന്ന് പറയാം. വർഷത്തിലൊരിക്കൽ കുടിക്കുന്നവൻ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കുടിക്കുന്നവൻ, അല്ലെങ്കിലോ ദിവസവും കുടിക്കുന്നവൻ, എങ്ങനെയാണെങ്കിലും ഒന്നിലധികം പ്രാവശ്യം കള്ള് കുടിച്ചോ അല്ലെങ്കിൽ കള്ള് കുടിക്കുന്നവനാണോ അവൻക്ക് ലൈലത്തുൽ ഖദർ കിട്ടൂല. മാതാപിതാക്കളെ വെറുപ്പിച്ചവർ, കുടുംബബന്ധം വിച്ഛേദിച്ചവർ, പരസ്പരം തെറ്റി നടക്കുന്നവർ, ഇവർക്കൊന്നും ലൈലത്തുൽ ഖദർ കിട്ടൂല. ലൈലത്തുൽ ഖദർ കിട്ടാത്ത ആളുകളാണ് ഈ 4 വിഭാഗം. ഇതിലൊന്നും നമ്മളില്ലല്ലോ. ഇനി ഉണ്ടെങ്കിൽ തന്നെ അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഈ 4 വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്താതെ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ലൈലത്തുൽ ഖദറിന്റെ സമയത്ത് മലക്കുകൾ ഇറങ്ങൂലേ? തനസ്സലുൽ മലായികത്തു വറൂഹ്, മലക്കുകൾ ലൈലത്തുൽ ഖദറിന്റെ സമയത്ത് ഇറങ്ങുമെന്ന് ഖുർആൻ. എവിടേക്ക് ഇറങ്ങും? അതേ, അവരെല്ലാ സ്ഥലങ്ങളിലേക്കും എത്തും. മലക്കുകൾ ഇറങ്ങിയാൽ റഹ്മത്തുണ്ടാകും, അവിടെ ബറക്കത്തുണ്ടാവും, അവിടെ ഒരുപാട് നിഅമത്ത് അല്ലാഹു നൽകും, ഒരുപാട് ഐശ്വര്യമുണ്ടാകും. മലക്കുകൾ ഇറങ്ങും ലൈലത്തുൽ ഖദറിൽ. എന്നാൽ 10 സ്ഥലത്ത് മലക്കുകൾ ഇറങ്ങൂല. 10 സ്ഥലത്തേക്ക് മലക്കുകൾ നിങ്ങൾ പ്രതീക്ഷ നിൽക്കണ്ടോ? എത്ര നിസ്കാരക്കാരാണെങ്കിലും, എത്ര നോമ്പ് നോറ്റെങ്കിലും, സങ്കട കണ്ണീര് കൊണ്ട് മുഖം തുടച്ച് രാവിലെ മുതൽ രാത്രി വരെ കരഞ്ഞ് അള്ളാഹുവിനോർത്ത് കരയുന്നവരാണെങ്കിലും ശരി, പക്ഷേ ലൈലത്തുൽ ഖദർ ആ 10 സ്ഥലങ്ങളിലേക്ക് ഉണ്ടാവില്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. നമ്മളെ വീട് ലൈലത്തുൽ ഖദർ ഇറങ്ങുന്ന വീടാണോ, ലൈലത്തുൽ ഖദർ ഇല്ലാത്ത വീടാണോ? ഒന്ന് നോക്കാം നമുക്ക്. 10 സ്ഥലങ്ങളിൽ ലൈലത്തുൽ ഖദർ ഇറങ്ങൂല, അഥവാ മലക്കുകൾ ഇറങ്ങൂല. 10 സ്ഥലങ്ങളിൽ ലാ യദ്ഖുലുൽ മലായികത്തു, മലക്കുകൾ പ്രവേശിക്കുകയില്ല. 10 സ്ഥലങ്ങളിൽ ഞാൻ നമ്പറിട്ട് ഓരോന്ന് വായിക്കട്ടെ. മഅബദുൻ നസ്വാറ, അതേ ക്രൈസ്തവരുടെ ചർച്ചുകളിൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണെങ്കിൽ പോലും മലക്കുകൾ ഇറങ്ങൂല. വമഅബദുൽ മുശ്രിക്കീൻ, ഒന്ന് ക്രൈസ്തവരുടെ ചർച്ച, 2 മുശ്രിക്കീങ്ങളുടെ ആരാധനാലയങ്ങൾ. മുശ്രിക്കീങ്ങൾ അവര് ആരാധന നിർവഹിക്കുന്ന സ്ഥലങ്ങൾ, അവിടേക്കും ലൈലത്തുൽ ഖദർ ഇറങ്ങൂല. അതിലൊന്നും നമ്മൾ ഉണ്ടാവില്ലല്ലോ, മലക്കുകൾ ഇറങ്ങില്ല. 3-മത്തത് ദാറുൻ ഫിഹി കൽബുൻ, നായയുള്ള വീട്ടിൽ മലക്കുകൾ ഇറങ്ങൂല. നായയുള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കൂല. നായ വീട്ടിലുണ്ടെങ്കിൽ മലക്കുകൾ എടുക്കൂല. നമ്മളാരും നായനെ വളർത്തുന്നില്ലല്ലോ, പിന്നെന്താ? പക്ഷേ നമ്മുടെ നാടുകളിൽ വ്യാപകമായി നായയെ വളർത്തുന്നത് കണ്ടുവരുന്നുണ്ട്. നായ അത് ആ ജീവിയോടുള്ള വെറുപ്പ് കൊണ്ടല്ല നിയമം അങ്ങനെയാക്കിയത്. ആ ജീവിനെ വല്ലാതെ ഒരു ടീം ബഹുമാനിച്ചപ്പോൾ അവരോട് നമ്മൾ വെറുപ്പ് പ്രകടിപ്പിക്കണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് നായയുള്ള വീട്ടിൽ മലക്കുകൾ ഇറങ്ങൂല. അത് നമ്മുടെ വീട്ടിലില്ല. പോട്ടെ, ദാറുൻ ഫീഹാ, ഒരു വീട്ടിൽ മലക്കുകൾ ഇറങ്ങൂല. സുവറുൻ, രൂപങ്ങളുള്ള വീട്ടിൽ മലക്കുകൾ ഇറങ്ങൂല. രൂപങ്ങളുള്ള വീട്ടിൽ മലക്കുകൾ ഇറങ്ങൂല. നമ്മളൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ വിശ്വാസികൾ അങ്ങനെ ചെയ്യില്ലെങ്കിലും ഇപ്പോൾ അവിശ്വാസികളിൽ നിന്ന്, മറ്റു മതസ്ഥകളിൽ നിന്ന് നമ്മിലേക്ക് വന്നിട്ടുണ്ട് രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക, ഫ്രെയിം ചെയ്ത് വെക്കുക. രൂപമുള്ള വീട്ടിൽ മലക്ക് വരൂല. വഅസ്നാമുൻ, ബിംബങ്ങളുള്ള വീടുകളിൽ മലക്ക് വരൂല. ഇനി 5-മത്തത് ഏതാണ്? ഷാരിബുൽ ഖംരി, കള്ള് കുടിക്കുന്ന ആളുള്ള വീട്ടിൽ, കള്ള് കുടിക്കുന്ന ആള് പ്രവേശിച്ച വീട്ടിൽ. കള്ളുകുടിയന്മാര് നമ്മളെ വീട്ടിൽ പ്രവേശിക്കുന്നുണ്ടോ? നമ്മളെ വീട്ടുകാരനല്ല, അടുത്ത വീട്ടുകാരനാണ്. കള്ളുകുടിയൻ പ്രവേശിച്ച വീട്ടിലും അതേ പ്രവേശിക്കുന്ന വീടുകളിലും മലക്കുകൾ ഇറങ്ങൂല.
ആറാമത്തത് ദാറുൻ ഫിഹാ അൽ ഖംർ, കള്ള് സൂക്ഷിച്ച വീട്, അവിടെയും മലക്കുകൾ ഇറങ്ങൂല. ഏഴാമത്തത് ദാറുൻ ഫിഹാ മൻ ഖതഅ റഹ്മ, കുടുംബബന്ധം മുറിച്ചവരുള്ള വീടുകളിൽ മലക്കുകൾ ഇറങ്ങൂല. അങ്ങനെയുള്ള വീട്ടിലും മലക്കിറങ്ങൂല. നേരത്തെ നമ്മൾ പറഞ്ഞു ലൈലത്തുൽ ഖദർ കിട്ടൂല, അതുപോലെ തന്നെ മലക്കിറങ്ങുകയും ഇല്ല. പിന്നെ എട്ടാമത്തത് എന്താണ്? ദാറുൻ ഫിഹാ ഹായിദുൻ, ഹായിദുകാരിയുള്ള വൽ ജുനുബു, ജനാബത്തുകാരിയുള്ള വീട്ടിൽ മലക്കുകൾ ഇറങ്ങൂല. പകുതി കേട്ട് പോവില്ലേ? ഫുള്ള് കേട്ടോളൂ. ജനാബത്തുകാരുള്ള വീട്ടിൽ, ഹൈദുകാരുള്ള വീട്ടിൽ, നിഫാസുകാരുള്ള വീട്ടിൽ മലക്കുകൾ ഇറങ്ങൂല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ആരും തെറ്റിദ്ധരിക്കണ്ട. പ്രകൃതിപരമായിട്ട് വരുന്ന ഈ രക്തങ്ങളെക്കുറിച്ചൊന്നും ഇസ്ലാം വളരെ മോശമായി പറയുന്നില്ല. അതല്ലാതെ ഇസ്ലാം ഒരിക്കലും ഇൻസൾട്ട് ചെയ്യുന്നതും ഇല്ല. പിന്നെ എന്താണ് മലക്കിറങ്ങാത്തത്? ആ വീട്ടിൽ ഹൈദുകാരിയുണ്ട്. ഏത് ഹൈദുകാരിയാണ്? ഹൈദിന്റെ രക്തം നിന്നിട്ടുണ്ട്, അവൾ കുടിച്ചിട്ടില്ല. ആ വീട്ടിൽ മലക്കിറങ്ങൂല, റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. ഹൈദുകാരിയുള്ള വീട്ടിൽ ഹൈദ് ശുദ്ധിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈദിൽ നിന്ന് രക്തം നിന്നിട്ടുണ്ട് എന്നതിന് ശേഷം അവൾ കുടിച്ചിട്ടില്ല, അങ്ങനെയുള്ള വീടുകളിൽ മലക്കുകൾ ഇറങ്ങൂല. കുളിക്കാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നിന്നാൽ അത് നാളത്തേക്ക് കുളിക്കലാണ് ചില നാടുകളിൽ സഹോദരിമാർ ചെയ്യും. നമ്മളെ ഉമ്മമാരും സഹോദരിമാരും മക്കളൊന്നും അങ്ങനെയല്ല, അപ്പോൾ തന്നെ ചെയ്യുന്നവരായിരിക്കും. ഇന്ന് ദുഹറിന്റെ സമയത്ത് നിന്നാൽ ആ ദുഹറിന്റെ സമയം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ കുളിച്ച് നിസ്കാരം നാം തുടങ്ങണം. നമുക്കതിൻ്റെ മസാലകൾ അറിയാം, ഞാനതിലേക്ക് വിശദീകരിക്കുന്നില്ല. മഗ്രിബിന്റെ തൊട്ട് മുമ്പെയാണ് ഒരു സഹോദരിക്ക് ഹൈദ് നിന്നതെങ്കിൽ മസാല മനസ്സിലാക്കാൻ വേണ്ടി മറന്നുപോയവരുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്താം. അവിടെ മഗ്രിബ് നിസ്കരിച്ചാൽ പോരാ, മഗ്രിബ് മാത്രം നിസ്കരിച്ചാൽ പോരാ, മഗ്രിബിന്റെ മുമ്പുള്ള അസർ നിസ്കരിക്കണം. അതെന്തായാലും കാണാം. കാരണം അസറിന്റെ സമയത്താണല്ലോ നിന്ന് പോയത്. മഗ്രിബിന്റെ സമയത്തിന്റെ തൊട്ട് മുമ്പേ അസറിന്റെ സമയത്താണല്ലോ നിന്നത്. അപ്പൊ അസർ നിസ്കരിക്കണം. അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ, അതെന്തും നിസ്കരിക്കണം. ജംആക്കി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് അസറും ദുഹറും. അപ്പോൾ അസറിന്റെ കൂടെ അല്ലെങ്കിൽ ദുഹറിന്റെ കൂടെ ജമ്മ നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് അസർ. അസറിന്റെ കൂടെ നിസ്കരിക്കാൻ പറ്റുന്നതാണ് ദുഹർ. അസറിന്റെ കൂടെ ജമ്മ വാക്കി നിസ്കരിക്കാൻ പറ്റുന്ന ദുഹർ നിസ്കാരവും ഇതോടൊപ്പം നിർവഹിക്കണം. ഇതൊന്നും ചെയ്യാത്ത വീടുകളിലേക്ക് റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. പിന്നെ ഉസ്താദേ, കുട്ടിക്ക് എപ്പോഴും പനിയാ, ശൈത്താനാണെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നണ്ട, ശൈത്താനുകൾ വിളിച്ചു വരുത്തിയതാണ്. മലക്കുകൾ അവിടെ ഇല്ലേ, അവിടെ ശൈത്താൻ ഉണ്ടാവും. മലക്കുകളില്ലേ, ശൈത്താൻ ഉണ്ടാവും, ഉറപ്പാണ്. മലക്കുകൾ ഇറങ്ങൂല എന്ന് പറഞ്ഞാൽ, മലക്കുകൾ പ്രവേശിക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ ശൈത്താന്റെ സാന്നിധ്യമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരിക്കലും തന്നെ ഹൈദ് നിന്നതിന് ശേഷം കുറേ സമയമൊന്നും നിൽക്കരുത്. അത് വേഗം നമ്മൾ നിന്നതിന് ശേഷം കുളിച്ച് ശുദ്ധിയാകണം. അല്ലെങ്കിൽ മലക്കിറങ്ങൂല വീട്ടില്. ജനാപത്തുകാരനായ പുരുഷനും സ്ത്രീയും ശ്രദ്ധിക്കണം. മലക്കിറങ്ങൂല. മലക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ വീട്ടിൽ റഹ്മത്തുണ്ടാവില്ല. പിന്നെയോ ദാറുൻ ഫിഹാ, ഒരു വീട്ടിൽ മലക്കിറങ്ങൂല. അക്ലു ലഹ്മിൽ ഖിൻസീർ, അക്ല ലഹ്മൽ ഖിൻസീർ, പന്നിമാംസം ഭക്ഷിക്കുന്ന വീട്ടിലും മലക്കുകൾ വരില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പന്നിമാംസം ഭക്ഷിക്കുന്ന വീട്ടിലും മലക്കുകൾ വരില്ല. ഈ 9 വീടുകളിലും നമ്മളൊക്കെ ഭൂരിപക്ഷ ആളുകളും ഉണ്ടാവില്ല. ഒന്ന് ചിലപ്പോൾ ഉണ്ടെങ്കിലുണ്ട്, ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോൾ പെട്ടേക്കാം. എന്നാലും ഏകദേശം ആളുകൾ ഇതിൽ നിന്ന് ഒഴിവാകാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇനി ശ്രദ്ധിക്കാതെ വരുന്ന ഒരു വീടുണ്ട്, അതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ദാറുൻ ഫിഹാ, ഒരു വീട്ടിൽ എങ്ങനത്തെ വീടാണ്? ആ വീട്ടിലുള്ള ആളുകൾ ഖളിബ, അവർ ചായം പൂശിയിട്ടുണ്ട്.
പൂശിയിട്ടുണ്ട്. അശ്ശഅറ വൽ ബശറ, മുടികളിലോ അതുപോലെ തന്നെ തൊലികളിലോ ചായം പൂശിയിട്ടുണ്ട്. അനാവശ്യമായി ചായം പൂശിയ വ്യക്തികളുള്ള വീടുണ്ടോ, ആ വീട്ടിലും മലക്കുകളുടെ പ്രവേശനം ഉണ്ടാവില്ല. നമ്മളെ കൈകൾക്കൊക്കെ ചുവപ്പിച്ചിട്ടുണ്ട്. അത് എന്താ സാധനം? ബിഗ് ബി. ഇനി മറ്റേത് ഒരുപാട് പേരുകളുണ്ട് അല്ലേ? പിന്നെ അല്ലെങ്കിലോ ശർക്കര മൈലാഞ്ചി. ഇത് മൈലാഞ്ചിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ശർക്കര മൈലാഞ്ചി എന്ന് പറയുന്ന സാധനം മൈലാഞ്ചിയായി യാതൊരു ബന്ധവുമില്ല. മൈലാഞ്ചിയുടെ ഇലയുടെ ഒരു എസൻസ് പോലും അതിലിടുന്നില്ല എന്നാണ് വിവരം കിട്ടിയത്. നിങ്ങൾക്ക് അന്വേഷിക്കാം. അങ്ങനെ നമ്മൾ അനാവശ്യമായി കൈകളിൽ ചോപ്പിക്കുകയോ അല്ലെങ്കിൽ മഞ്ഞളിപ്പിക്കുകയോ മറ്റ് കളറാക്കുകയോ ചെയ്താൽ അവിടെ എന്ത് വരില്ല? മലക്കുകൾ വരില്ല. അപ്പോൾ മൈലാഞ്ചി ഉസ്താദേ, മൈലാഞ്ചി ഇടണോ? ആരാ മൈലാഞ്ചി കൊണ്ടുവരേണ്ടത്? അത് മുത്തസബിജത്തായ പെണ്ണുങ്ങളാണ്. വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണ് മൈലാഞ്ചി ഇടുന്നത്. അതെന്തിനാണ് മൈലാഞ്ചി ഇടുന്നത്? അപ്പോൾ വിവാഹം ചെയ്യാത്തവർ അതിടണോ? വിവാഹം ചെയ്യാത്തവർ ആരാകർഷിപ്പിക്കാനാണ്? വിവാഹം ചെയ്യാത്തവരെന്തിനാണ് അങ്ങനെ ഇടുന്നത്? സുബ്ഹാനല്ലാഹ്, ഉസ്താദെ ആകർഷിപ്പിക്കാനൊന്നല്ല, ഇത് വെറുതെ ഇട്ടതാ. വെറുതെ എന്തിനാണ്? അതൊന്ന് നോക്കിയാൽ ഇങ്ങനെ കാഴ്ച കണ്ടാൽ ഭയങ്കര രസം. ആർക്ക് രസം? മറ്റുള്ളവർക്ക് രസം. സുബ്ഹാനല്ലാഹ്, വിരലുകളിൽ നഖങ്ങളിൽ അനാവശ്യമായി, അതേ നഖങ്ങളിൽ മാത്രമല്ല ചുണ്ടുകളിൽ, സുബ്ഹാനല്ലാഹ്, ഇപ്പോഴില്ലേ ചില പെൺകുട്ടികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നവരല്ലെങ്കിലും മറ്റെവിടെങ്കിലും ഉള്ളവരുണ്ടാകാം. എന്താണ്? ചുണ്ടുകളിൽ അവർ ലിപ്സ്റ്റിക് ഇടുകയാണ്. മുസ്ലിം പെൺകുട്ടികളാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് മനസ്സിലാവുകയില്ല. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല. അങ്ങനത്തതായ രൂപമാണ്, തിരിച്ചറിയൂല. സാധാരണ ചുണ്ടിന്റെ അതേ കളറുള്ള അതേ സെയിം കളറുള്ള ലിപ്സ്റ്റിക്കുകൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ മനസ്സിലാകും എന്നല്ലാതെ അറിയാൻ കഴിയൂല. അങ്ങനെയുള്ള ചായം പൂശുന്നത് ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഉമ്മമാരെ, അങ്ങനെ ചെയ്യുന്ന സഹോദരിമാരെ ഒരിക്കലും തന്നെ മലക്കുകൾ വരൂല. പിന്നെ രോഗമാണ്, പിന്നെ പ്രയാസമാണ്, പിന്നെ ഭർത്താവിന്റെ ദേഷ്യമാണ്, പിന്നെ മക്കളുടെ അനുസരണക്കേടാണ്. റഹ്മത്തില്ല, നിഖ്മത്ത് വരുന്നു, എല്ലാ പ്രശ്നവുമാണ്. അതിന് നമ്മളെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയെ നമ്മൾ കുറ്റം പറയണ്ട. ചില ഉമ്മമാരുണ്ട്, പുതിയ കെട്ടിച്ചു വിട്ട് അവരെ ഭർത്താവിന്റെ വീട്ടിലെത്തിയാൽ ഭർത്താവിന്റെ ചില ഉമ്മമാര് പറയാറുണ്ട്, നീ വന്നതിന് ശേഷം എല്ലാ പ്രശ്നവും തുടങ്ങിയത്. അതല്ല, നിങ്ങൾ ശരിയായി നിങ്ങളുടെ വീടകങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആണ്ട് ഉസ്താദേ, പുറത്തൊരാഴത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലായോ ആഴത്തിൽ കുറിച്ച് വെച്ചാൽ മലക്കുകൾ വരും. അല്ലാഹു ബഹുമാനിക്കുന്നത് വെച്ചാൽ മലക്ക് വരും. പക്ഷേ മലക്ക് വരുമ്പോ മലക്കിനെ തടയുന്നതായ ചില വ്യക്തികൾ വീട്ടിലുണ്ട്. അത് കാരണം മലക്കുകൾ പ്രവേശിക്കില്ല. ഉമ്മമാരെ, നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകൾ ബറക്കത്തിന്റെ വീടുകളാകണം. നമ്മളെ വീടുകൾ റഹ്മത്തിറങ്ങുന്ന വീടുകളാകണം. അല്ലാത്ത പക്ഷം നമുക്ക് ആഖിറത്തിൽ ഒരു നേട്ടവും ഉണ്ടാവില്ല. ഈ അടുത്ത് ഒരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലെ സഹോദരിമാരൊക്കെ കൈകൾക്കും കാലുകൾക്കും വ്യത്യസ്തങ്ങളായ നിറം ചായം പൂശിട്ടുണ്ട്. എന്തിനാണ് ഇതെന്ന് ചോദിച്ചപ്പോൾ അത് ഡാൻസ് കളിക്കാൻ വേണ്ടി, ചില വിഷയത്തിൽ അഭിനയിക്കാൻ വേണ്ടിയൊക്കെ
ചെയ്യുന്നതാണ് എന്ന് അറിയാൻ കഴിയും. നമ്മുടെ മക്കൾ ഒരിക്കലും അങ്ങനെയുള്ള ആളാകാൻ പാടില്ല. ഉമ്മമാരെ, റഹ്മത്ത് ഇറങ്ങണോ, അള്ളാഹുവിൻ്റെ മലായിക്കത്ത് നമ്മുടെ വീടുകളിലേക്ക് വരണോ, വീടുകൾ പരിപൂർണമായി റാഹത്തുള്ള വൃത്തിയുള്ള നല്ല വീടായിരിക്കണം. അങ്ങനെയുള്ള വീടുകളിൽ മാത്രമേ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങുകയുള്ളൂ. മലക്കുകൾ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ അവിടെ ശൈത്താൻ ഉണ്ടാകും. അങ്ങനെയാണ്, ഒരാളില്ലെങ്കിൽ മറ്റൊരാളുണ്ടാവും. മലക്കില്ലെങ്കിൽ പിന്നെ ശൈത്താൻ ഉണ്ടാവും. നമ്മളൊരാളോട് ചോദിച്ചാൽ നീ നല്ല കുട്ടിയാണോ മോശപ്പെട്ട കുട്ടി? നല്ല കുട്ടിയൊന്നുമല്ല. പിന്നെ എൻ്റെ അടുത്ത് എന്താ മോശപ്പെട്ട കുട്ടിയാണ്? അവളെ ഭർത്താവിൻ്റെ സ്വഭാവം എന്താ? നല്ല സ്വഭാവമാണ്. ഇത്ര നല്ല സ്വഭാവം എന്നല്ല, എൻ്റെ അർത്ഥം മോശപ്പെട്ട സ്വഭാവമാണ്. അങ്ങനെയാണല്ലോ, രണ്ട് സൈഡേ ഉള്ളൂ ഇവിടെ. മലക്കില്ലെങ്കിൽ ആ വീട്ടിൽ ശൈത്താൻ ഉണ്ടാകും. ശൈത്താൻ വന്നാൽ പിന്നെ ആ വീടിൻ്റെ അവസ്ഥ പറയണ്ട. ഞാൻ നിർത്താണ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ് 3 ദിവസമായി ഇവിടെ നടക്കുകയാണ്. വളരെ കൂടുതൽ ഈ വിഷയത്തിലേക്ക് നമ്മുടെ സഹോദരിമാരും നമ്മുടെ പെൺകുട്ടികളൊക്കെ എല്ലാവരും ഉണ്ട്. വന്നവർക്കൊക്കെ അല്ലാഹു നല്ല ബർക്കത്ത് നൽകട്ടെ. വിശ്വാസികളെ, ലൈലത്തുൽ ഖദറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ നമുക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്താൻ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും തന്നെ നമ്മൾ റമദാൻ ഫസാദാക്കി കളയരുത്. ചില ഒറ്റ വിഷയം കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് നിർത്തട്ടെ. റമദാനിൻ്റെ അവസാന ദിവസം അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ റമദാനിന് ബാത്തിലാവുന്ന രൂപത്തിലുള്ള കർമ്മങ്ങൾ നമ്മിൽ ഉണ്ടാകരുത്. പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്. പെരുന്നാൾ ഒരിക്കലും വെറുതെ ഇരിക്കാനുള്ളതല്ല. ആഘോഷിക്കണം, നന്നായി ആഘോഷിക്കണം. അപ്പോൾ ആഘോഷിക്കുക എന്താ ചെയ്യേണ്ടത്? നല്ല വസ്ത്രം ധരിക്കുക, അത് മാത്രമല്ല നല്ല ഫുഡ് കഴിക്കുക, ഫുഡ് കഴിപ്പിക്കുക. ഇങ്ങനെ ഇസ്ലാം അനുവദിച്ച എന്തൊക്കെ ആഘോഷങ്ങളുണ്ടോ കുടുംബങ്ങളിലേക്ക് പോകാം, എന്തൊക്കെ ആഘോഷങ്ങളുണ്ടോ അതെല്ലാം ചെയ്യാം. റമദാനിലെ ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ റമദാനിന് ശേഷവും നമുക്ക് വേണം. എങ്കിലേ നമുക്ക് റമദാൻ കൊണ്ട് വിജയിക്കാൻ കഴിയുള്ളൂ. മലക്കുകളുടെ ആമീൻ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? അതിൽപ്പെട്ട ഒരു ആമീൻ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ആമീൻ, റമദാൻ ആഗതമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവർക്ക് അള്ളാഹു നാശം നൽകട്ടെ, അള്ളാഹു പ്രയാസം കൊടുക്കട്ടെ എന്ന് ജിബ്രീലിൻ്റെ പ്രാർത്ഥനയ്ക്ക് നബി തങ്ങൾ ആമീൻ പറഞ്ഞതാണ്. അതിൻ്റെ അർത്ഥം റമദാൻ 29 വരെ അല്ലെങ്കിൽ 30 വരെ കൃത്യമായി നോമ്പനുഷ്ഠിച്ച് കർമ്മങ്ങൾ ചെയ്യുക. അത് മാത്രമല്ല, റമദാനിനോടനുബന്ധിച്ച് റമദാൻ കഴിഞ്ഞ ഉടനെ വരുന്ന പെരുന്നാളും അത് വലിയ മഹത്വമുള്ള ദിവസമാണ്. പെരുന്നാളിൻ്റെ രാത്രി ദുആക്ക് ഉത്തരമുള്ള രാത്രിയാണെന്ന് ഷാഫിഈ ഇമാം പറഞ്ഞിട്ടുണ്ട്. പെരുന്നാളിൻ്റെ രാത്രി നമ്മൾ ഉറങ്ങൂല, പക്ഷെ അന്ന് ദുആക്കാൻ വേണ്ടിയിട്ടല്ല, വേറെ പല ആവശ്യത്തിനും വേണ്ടിയാണ് അല്ലേ? പെരുന്നാളിൻ്റെ രാത്രിയിൽ നല്ല രാത്രിയാണ്, അന്ന് നമ്മൾ പ്രത്യേകം ദുആക്കണം. ഈ ഇഅ്തികാഫ് നേരത്തെ ഞാൻ പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് സ്ത്രീകൾക്ക് ഇഅ്തികാഫ് ഇരിക്കാനൊക്കെ നല്ല പൂതി ഉണ്ടാവും. ചെറുവാടി പള്ളിയിലേക്കൊന്നും നാളെ തന്നെ പോകണ്ട, അങ്ങനെ ഒരു ഉസ്താദും പറഞ്ഞിട്ടില്ല. പള്ളികളിലേക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി ഒരു സ്ത്രീയും പോകേണ്ടതില്ല എന്ന് ഇസ്ലാമിൻ്റെ നിയമമാണ്. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ടല്ല, ജുമാ ജമാഅത്തിനോ ഇഅ്തികാഫിനോ ഒന്നും അവർ പ്രത്യേകം പള്ളിയിലേക്ക് പോകേണ്ടതില്ല. 3 പള്ളിയിലേക്ക് പോകാം. പക്ഷേ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇഅ്തികാഫിൻ്റെ പ്രതിഫലം കിട്ടും. അത് എങ്ങനെ? നമ്മൾ വീടുകളിൽ നിസ്കാരത്തിനായി സംവിധാനിച്ച റൂം, അല്ലെങ്കിൽ ഇപ്പോൾ റമദാൻ നമ്മൾ നിസ്കരിക്കുന്ന പ്രത്യേകമായ സ്ഥലം, ആ സ്ഥലത്ത് നമ്മൾ നിയ്യത്ത് ചെയ്ത് ഇരുന്നാൽ പ്രതിഫലം കിട്ടുമെന്നൊരു അഭിപ്രായമുണ്ട്. അതനുസരിച്ച് അമല് ചെയ്യാം. ഏതായാലും ഭർത്താവിനനുസരിച്ച് നല്ല സ്ത്രീക്ക് ഇഅ്തികാഫ് 40 കൊല്ലം ഇഅ്തികാഫ് ഇരുന്നതിൻ്റെ പ്രതിഫലമുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതിനെ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട മഹത്തായ റമദാൻ മാസം നീ ഞങ്ങൾക്ക് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ കബൂലുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
അർഹമർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ നിസ്കാരം, നോമ്പ്, മറ്റെല്ലാം സ്വീകരിക്കണേ റഹ്മാനെ. പാതിരാവിൻ്റെ പഴുതിൽ അല്ലാഹുവേ ധാരാളം ഉമ്മമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരുണ്ട്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഓതിയത് സ്വീകരിക്കണേ അല്ലാഹ്. കഷ്ടപ്പെട്ട് ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വേദന അനുഭവിച്ചിട്ടും ഖുർആൻ ഓതിയവരുണ്ട്. അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാഹ്, ഏതാനും ചില ദിവസങ്ങൾ മാത്രം ഈ റമളാനിൽ നമുക്ക് ബാക്കിയുള്ളൂ. നീ നല്ല രൂപത്തിൽ റമളാനിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനുർ റഹീമുമായ ഗഫ്ഫാറായ തമ്പുരാനെ, ഞങ്ങളുടെ ഗതകാലങ്ങളിൽ സംഭവിച്ച സർവ്വ തെറ്റുകളും നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ മാപ്പ് നൽകാത്ത പക്ഷം ഞങ്ങൾ നിന്റെ ആളിക്കത്തുന്ന നരകത്തിൽ ആണ്ടുപോകും അല്ലാഹ്. നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുപ്പത്തിലും വലുപ്പത്തിലും അല്ലാഹ് ഞങ്ങളിൽ നിന്ന് സംഭവിച്ച സർവ്വ തെറ്റുകളിലും അല്ലാഹ് സ്വർഗം തൊടാൻ